അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായിട്ട് തജ്വീദിൻ്റെയും ലിസാനിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചത് ചേർത്തെഴുതാം. ബ്രാക്കറ്റിൽ ഇഷ്മാം, ഇമാലത്ത് വലിയ തെറ്റാണ്, ജംഉൽ ഖുർആൻ, ഇസ്തിഅ്ലാ, ഖൽഖലത്ത് എന്ന് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഏകാര സ്വരത്തിൽ ഉച്ചരിക്കൽ. ഉത്തരം ഇമാലത്തെ. 2 ഖുർആൻ പഠിച്ചത് മറന്നു പോകൽ. ഉത്തരം വലിയ തെറ്റാണ്. 3 ലമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് പൂട്ടൽ. ഇഷ്മാം. 4 ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്കുയരൽ. ഉത്തരം ഇസ്തിഅ്ലാ. 5 സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉത്തരം ജംഉൽ ഖുർആൻ. 6 ഖാഫ്, തോ, ബാ, ജീമ്, ദാല്. ഉത്തരം ഖൽഖലത്ത്. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. 1 സ്വാദിനെ സീനാക്കി ഓതണം. എവിടെയെല്ലാമാണ് നമ്മുടെ 13ാമത്തെ പാഠത്തിൽ ചില പ്രത്യേക പദങ്ങൾ എന്ന പാഠത്തിലാണ് ഫസ്റ്റത്തെ വരി. അൽ-ബഖറ സൂറത്തിലെ 245-ാം ആയത്തിൽ വയബ്സുത്തു എന്നതിലും അറാഫ് സൂറത്തിലെ 69-ാം ആയത്തിൽ ബസ്തത എന്നതിലും സ്വാദിന് പകരം സീൻ കൊണ്ട് ഉച്ചരിക്കണം. 2ാമത്തെ ക്വസ്റ്റ്യൻ ഖുർആൻ പാരായണം കേൾക്കുന്നവൻ എങ്ങനെയായിരിക്കണം? ഉത്തരം പാരായണം കേൾക്കുന്നവന്റെ ചിന്തയും ശ്രദ്ധയും ഖുർആനിലായിരിക്കണം. 3 നമുക്ക് ഖിറാഅത്ത് ലഭിച്ചു. ആര് മുഖേന? ഉത്തരം ആസിമുൽ കൂഫി എന്നിവരുടെ ശിഷ്യനായ ഹഫ്ള് ഇബ്നു സുലൈമാൻ കൂഫിയിൽ നിന്ന്. 4 സുജൂദു തിലാവ സുന്നത്താണ് ആർക്ക്? ഉത്തരം സജദയുടെ ആയത്ത് ഓതുന്നവർക്കും അത് കേൾക്കുന്നവർക്കും. അതിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ വഖഫിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആയത്ത് ഏത്? ഉത്തരം വറത്തിലൽ ഖുർആന തർത്തീല. വറത്തിലിൽ ഖുർആന തർത്തീല. അത് നന്നായിട്ട് എഴുതി പഠിക്കണം. അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിക്കണം. അടുത്ത പ്രവർത്തനം യോജിപ്പിക്കാനാണ്. അഊദു ബില്ലാഹി അതിനോട് യോജിച്ചത് അപ്പുറത്തെ സൈഡിലുണ്ട്. അത് എടുത്തെഴുതാനാണ്. അഊദു ബില്ലാഹിൻ്റെ ഏതിൻ്റെ ഉദാഹരണമാണത്? ഹംസത്തുൽ ഖത്ത്. എന്താണ് ഹംസത്തുൽ ഖത്ത് എന്ന് പറഞ്ഞാൽ? തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്കാണ് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നത്. 2ാമത്തത് ഈസ ഇബ്നു മറിയം. അത് ഏതിൻ്റെ ഉദാഹരണമാണ്? ഹംസത്തുൽ വസ്ലിൻ്റെ ഉദാഹരണമാണ്. 3 വഫാക്കിഹത്തിൻ കസീറ. അത് ഏതിൻ്റെതാണ്? തഅനീസിൻ്റെ ആഹു തഅനീസ്. അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? തഅനീസിൻ്റെ ആഹ് എന്നാൽ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കണം. അതായത് വഫാക്കിഹത്തിൻ കസീറ നമ്മൾ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടാണ്. ഇനി വഖഫ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? വഫാക്കിഹ. അവിടെ ചേർത്തി ഓതുമ്പോൾ താവും വന്ന് വഖഫ് ചെയ്തപ്പോൾ ഹാവും വന്നില്ലേ? അങ്ങനെയാണത്. പാഠഭാഗത്തിലുള്ള ഉദാഹരണം തന്നെയാണ്. ഉദാഹരണങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. 4 കിതാബിയ. അതേതാണ്? ആഹു സക്ത. സക്തയുടെ ആഹിന് എപ്പോഴും സുക്കൂനായിരിക്കും അല്ലേ? അടുത്ത 5ാമത്തത് മീം എന്ന് പറഞ്ഞാൽ വഖഫ് ലാസിം. 6ാമത്തത് ജീം വഖഫ് ജായിസ്. 7 ലാം ലാ തഖീഫ്. ഈ ടേമുകളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം. തെറ്റാൻ സാധ്യതയുള്ളതാണ്. കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ കമിലിൽ ഫറാ ബിമാ യുനാസിബു. ലിസാനുൽ ഖുർആനിലെ ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ബ്രാക്കറ്റിൽ തിസഉ, സലാസു, ഹംസത്തു, കതബ, ദഹബ എന്ന് തന്നിട്ടുണ്ട്. 1 കുത്തുബിൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കുത്തുബിൻ എന്ന് പറഞ്ഞാൽ മഅദൂദാണ്. മഅദൂദ് പെണ്ണല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അദദിനെ പെണ്ണാക്കണം. അപ്പോൾ ഹംസത്തു കുത്തുബിൻ. അടുത്തത്
മഹദൂദ് ബനാത്തിൻ എന്നാണ് തന്നിട്ടുള്ളത്. ബനാത്തിൻ പെണ്ണായതുകൊണ്ട് അതത് എന്താണ്? തിസ്ഉ ബനാത്തിൻ. മൂന്നാമത്തത് സലാസു ദജാജാത്തിൻ. ദജാജാത്തിൻ എന്നത് പെണ്ണാണ്. അടുത്തത് നൗഫലുൻ ഡാഷ് അദ്ദർസ. നൗഫൽ ഒരാളുള്ളൂ, അപ്പം നൗഫലുൻ കതബ ദർസ. 5 ഡാഷ് മുസാഫിർ ഇലാ ദുബായ്. യാത്രക്കാരൻ ദുബായിലേക്ക് പോയി എന്നാണ് പറയുക. അപ്പം ദഹബൽ മുസാഫിർ ഇലാ ദുബായ്. 5-മത്തത് അജിബ്, ഉത്തരം എഴുതാനാണ്. 1 മത്താ തെക്കൂമു മിനൻ നൗമി. എപ്പോഴാണ് ഉറക്കിൽ നിന്ന് ഉണരൽ? നീ എപ്പോഴാണ് ഉറക്കിൽ നിന്ന് ഉണരൽ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഖബ്ലൽ ഫജ്രി, ഫജ്റിന് മുമ്പ്. കം സനതൻ ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വർഷമാണ് മദീനയിൽ താമസിച്ചത്? അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ചോദ്യമാണ്. ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന 10 സിനീന. 3 അയ്യു ജമാഅത്തി അഫ്ലലു. ഏത് ജമാഅത്താണ് അഫ്ലലായിട്ടുള്ള ജമാഅത്ത്? ഏതാണ്? അഫ്ലലു ജമാഅത്തി അൽ ജുമുഅ. അടുത്ത ക്വസ്റ്റ്യൻ അജിബ്, അറബി ആക്കാനാണ്. ജുനൈദും ഖാലിദും ദിനപത്രം വായിച്ചു. എന്താണ്? ജുനൈദും ഖാലിദും ദിനപത്രം വായിച്ചു. വായിച്ചു എന്ന് പറഞ്ഞാൽ അത് മാലിയാണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ജുനൈദും വ ഖാലിദുൻ 2 പേരുണ്ട്. അപ്പോൾ ജുനൈദും വ ഖാലിദുൻ കറ എന്ന് എഴുതാൻ പാടില്ല. അവർ 2 പേരുണ്ടായതുകൊണ്ട് അവർ 2 പേരും വായിച്ചു. എന്താണ് വായിച്ചത്? അൽ ജരീദ, പത്രം. അടുത്ത ക്വസ്റ്റ്യൻ നീ എവിടെ നിന്ന് വരുന്നു? മിൻ ഐന തെജി ഓ. നീ എവിടെ നിന്ന് വരുന്നു? മിൻ ഐന തെജി ഓ. അടുത്തത് 7-മത്തെ ക്വസ്റ്റ്യൻ നുതർജിം, അർത്ഥം എഴുതാനാണ്. അദുറുസു ദുറൂസി കുല്ലയൗമിൻ. അതിൻ്റെ അർത്ഥം അദുറുസു ഞാൻ പഠിക്കും, ദുറൂസി എൻ്റെ പാഠങ്ങൾ, കുല്ലയൗമിൻ എല്ലാ ദിവസവും. എല്ലാ ദിവസവും ഞാൻ എൻ്റെ പാഠങ്ങൾ പഠിക്കും അല്ലെങ്കിൽ പഠിക്കുന്നു. മുളാരിയാണ്. 2 അത്തോലിബൂന സൊല്ലു അല്ലുഹർ. അത്തോലിബൂന വിദ്യാർത്ഥികൾ, സൊല്ലു നിസ്കരിച്ചു, അല്ലുഹർ ലുഹർ നിസ്കരിച്ചു. വിദ്യാർത്ഥികൾ ലുഹർ നിസ്കരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഹാർട്ട് ഇമോജി കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. എല്ലാവരും ആ ചാനലിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോകളും PDF-കളൊക്കെ അതിൽ വരുന്നതാണ്. അതുപോലെ വാർഷിക പരീക്ഷ ഇനി വരാനും മറ്റുള്ള കുട്ടികൾക്കുള്ള വാർഷിക പരീക്ഷ ഉണ്ടല്ലോ, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ആൻസർ കീയും എല്ലാം ആ ചാനലിൽ വരുന്നതാണ്. എല്ലാവരും അതിൽ കയറി ജോയിൻ ചെയ്യുക. അസ്സലാമു അലൈക്കും.